ഹോയാൾ സഹകാരിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണെന്ന് നോക്കിയത്? കുറച്ച് ജീവകങ്ങളുടെ അവരുടെ അപര്യാപ്ത രോഗങ്ങളാണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ് നോക്കിയത്? നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ എ, പിന്നെ എന്താണ് ഡി, പിന്നെ ഇ, കെ. അങ്ങനെ കൊഴുപ്പിൽ ലയിക്കുന്ന നമ്മൾ അടക്കെന്നൊക്കെ പറഞ്ഞെന്നാണ് കോഡ് വെച്ച് പഠിച്ച് ADEK എന്താണ് അവയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ജലത്തിൽ ലയിക്കുന്ന എന്താണ് ബി കോംപ്ലക്സും വൈറ്റമിൻ സിയുടെയും എന്താണ് സവിശേഷതകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എന്താണ് രോഗങ്ങളുമാണ് എന്താണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഈ PYQ എന്താണ് നമുക്ക് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ PYQ തന്നെയാണത്. ഓക്കെ, ആദ്യം എന്താണ്ടാ വൈറ്റമിൻ ബി കോംപ്ലക്സ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടതാണ് വിറ്റമിൻ B1. ഓക്കെ, B1ൻ്റെ രാസനാമം എന്താണ്ടാ? ശാസ്ത്രീയ നാമം തയാമിനാണ്. നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ B1 എന്താണ്ട? തയാമിൻ. അപ്പോൾ B1ൻ്റെ രാസനാമം എന്താണ്ട? തയാമിൻ. B1ൻ്റെ രാസനാമം ഏതാണ്ട? തയാമിൻ. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ് അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. അപ്പോൾ എന്താണ് അടുത്ത പോയിന്റ്? അരിയുടെ തവിടിലാണ് എന്താണ് വൈറ്റമിൻ ബി നമുക്ക് ധാരാളമായി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അരിയുടെ തവിടിൽ നിന്നാണ് നമുക്ക് എന്താണ് വൈറ്റമിൻ ബി ധാരാളമായി ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് 2 പോയിന്റ് നോക്കി. എന്താണ് വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. പിന്നെന്താണ് അരിയുടെ തവിടിൽ കാണപ്പെടുന്ന പ്രധാന വൈറ്റമിനാണ് B1. ഓക്കെ, അടുത്തെന്താണ്ടാ 100 ഡിഗ്രി സെൽഷ്യസിലും നഷ്ടപ്പെടാത്ത വൈറ്റമിൻ B1. ഓക്കെ, അപ്പോൾ എന്താണ് 100 ഡിഗ്രി സെൽഷ്യസിലും ചൂടാക്കിയാലും എന്താണ് നമുക്ക് നഷ്ടപ്പെടില്ല B1. ഓക്കെ, അപ്പോൾ എന്താണ് 100 ഡിഗ്രി സെൽഷ്യസിലും എന്താണ് നമ്മൾ ചൂടാക്കിയാലും എന്താണ് നഷ്ടപ്പെടാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? വൈറ്റമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? തയാമിൻ. പിന്നെ എന്താണ് പറഞ്ഞത്? അരിയുടെ തവിടിൽ കാണപ്പെടുന്നതാണ് B1. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകുമ്പോൾ എന്താണ് ഇവ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. കാരണം നമ്മൾ അരി കഴുകി കളയുമ്പോൾ എന്താണ് ഇവിടെ എന്താണ് ഭൂരിഭാഗം എന്താണ് അവിടെ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്? 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാലും എന്താണ് നഷ്ടപ്പെടാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ B1. അപ്പോൾ നമ്മൾ 3 പോയിന്റേ നോക്കിയിട്ടുള്ളൂ. കിട്ടിയല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത എന്താണ്ടാ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് B1 വഴി നമുക്കുണ്ടാവുന്ന അസുഖം, അതായത് B1ൻ്റെ കുറവ് മൂലം നമുക്കൊരു അസുഖം ഏതാണ്ടാ ബെറിബെറി. ഓക്കെ, PYQ ആണ് ബെറിബെറി. ഓക്കെ, അപ്പോൾ B1ൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. ഓക്കെ, അടുത്ത ബെറിബെറി ബാധിക്കുന്ന ഏത് ശരീരഭാഗത്തെയാണ്? നാഡീവ്യൂഹത്തെയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. ഓക്കെ, ബെറിബെറി ബാധിക്കുന്ന ശരീരഭാഗമാണ് നാഡീവ്യൂഹം. അപ്പോൾ ബെറിബെറി ബാധിക്കുന്ന ശരീരഭാഗമാണ് നാഡീവ്യൂഹം. അടുത്ത ബെറിബെറി എന്ന വാക്കിനർത്ഥം എന്താണ്ടാ? എനിക്ക് വയ്യ. ഓക്കെ, അപ്പോൾ ബെറിബെറി എന്ന വാക്കിനർത്ഥം എന്താണ്ടാ? എനിക്ക് വയ്യ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചെന്താണ് ബെറിബെറിയെ പറ്റി 3 പോയിന്റ്. ബെറിബെറി എന്ന രോഗം വരുന്നത് എങ്ങനെയാണ്? B1ൻ്റെ അപര്യാപ്തത മൂലം നമുക്ക് പിടിപെടുന്ന ഒരു അസുഖമാണ് ബെറിബെറി. ബെറിബെറിയുടെ അർത്ഥം എന്താണ്? എനിക്ക് വയ്യ. ഓക്കെ, ഐ കാൺ. അപ്പോൾ എന്താണ്? എനിക്ക് വയ്യ. അടുത്ത എന്താണ്? ഇത് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ബെറിബെറി ബാധിക്കുന്നത് നമ്മുടെ ഏത് ശരീരഭാഗത്തെയാണ്? നാഡീവ്യൂഹത്തെ. ഓക്കെ, അപ്പോൾ എന്തെല്ലാം പറഞ്ഞു? B1ൻ്റെ ശാസ്ത്രീയ നാമം പറഞ്ഞു. എന്താണ്? തയാമിൻ എന്ന് പറഞ്ഞു. അരിയുടെ തവിടിൽ കാണപ്പെടുന്നു B1 ആണ്. പിന്നെന്താണ്? 100 ഡിഗ്രി സെൽഷ്യസിലും ചൂടാക്കിയാൽ നഷ്ടപ്പെടാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1. പിന്നെന്താണ്? അപര്യാപ്ത രോഗം ബെറിബെറിയുടെ 3 പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇത് തന്നെയാണ്. എന്താണ്? B1ൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി. ഇത് ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യൂഹമാണ്. പിന്നെന്താണ്? എനിക്ക് വയ്യ എന്നാണ് ബെറിബെറി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് വയ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച 3 എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ഏതാണ്ടാ B2. ഓക്കെ, നമ്മൾ B1 പറഞ്ഞു, ഒരു 6 പോയിന്റ് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിൻ്റാണ് പറഞ്ഞത്. നമുക്കതിലൊന്നും കളയാനില്ല. അടുത്ത B2ൻ്റെ ശാസ്ത്രീയ നാമം തന്നെ നോക്കാം. എന്താണ്? റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. അപ്പോൾ B2ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലാവിൻ. ഓക്കെ, അപ്പോൾ അവിടെ B2ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? റൈബോഫ്ലാവിൻ. ഓക്കെ, വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ഏതാണ്ടാ? B2 ആണ്. ഓക്കെ, അപ്പോൾ B2ൻ്റെ വേറൊരു പേരെന്താണ്? വൈറ്റമിൻ G. അപ്പോൾ വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ഏതാണ്ടാ? B2. ഓക്കെ, അപ്പോൾ B2ൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. B2. അടുത്ത എന്താണ്? വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ B2 ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ഏതാണ്ടാ? വൈറ്റമിൻ B2-നെയാണെന്നാണ് വിറ്റാമിൻ G എന്നും അറിയപ്പെടുന്നു. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. ഓക്കെ, അപ്പോൾ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിനാണ് B2. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് നമ്മളെ ഈ പശുവും പാൽ എന്താണ് വെയിലത്ത് കുറേ നേരം വയ്ക്കുമ്പോൾ തന്നെ എന്താണ് ഈ നഷ്ടപ്പെടും. ഓക്കെ, B2 അപ്പോൾ നഷ്ടപ്പെടും. ഓക്കെ, അടുത്ത പോയിന്റ് സൂര്യപ്രകാശം അടിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ് B2. ഓക്കെ, അപ്പോൾ B2ൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത എന്താണ്? പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു B2. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ചെറിയൊരു കോഡ് വെച്ച് നോക്കാം. എന്താണ്? നമ്മുടെ പാർലെ-ജി ബിസ്ക്കറ്റ് ഇല്ലേ? പാർലെ-ജി ബിസ്ക്കറ്റ് G. അപ്പോൾ എന്താണ്? നമ്മളെന്താ പാർലെ-ജി ബിസ്ക്കറ്റ് പാലിൽ മുക്കി കുടിക്കുന്നു. അപ്പോൾ 2 പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ G എന്താണ്?
വിറ്റമിൻ B2G കണക്ട് ചെയ്യുക. പിന്നെ എന്താണ്, പാലിൽ മുക്കിയാണ് നമ്മൾ കുടിക്കണം. ഓക്കെ, അപ്പോൾ പാലുമായി ബന്ധപ്പെട്ട എന്താണ്, പാലിന് മഞ്ഞ നിറം നൽകുന്ന ഏതാണ്, B2. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഇത് വെച്ച് കണക്ട് ചെയ്ത് വെക്കാം. എന്താണ് വൈറ്റമിൻ B2 എന്താണ് അറിയപ്പെടുന്ന പേരെന്താണ്, വേറൊരു പേര് വൈറ്റമിൻ G എന്നാണ്. ഓക്കെ, പാർലേജി ബിസ്ക്കറ്റ് വെച്ച് കണക്ട് ചെയ്യാം, വൈറ്റമിൻ G. പിന്നെ എന്താണ്, നമ്മൾ പാർലേജി ബിസ്ക്കറ്റ് എന്തെങ്കിലും മുക്കി തിന്നുന്നു, എന്തോന്നിലും മുക്കി തിന്നുന്നു, പാലിൽ മുക്കി തിന്നുന്നു, പാലിന് മഞ്ഞ നിറം നൽകുന്ന ഏതാണ്, വൈറ്റമിൻ B2. പിന്നെ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B2. ഓക്കെ, അടുത്തെന്താണ്, വൈറ്റമിൻ B2വിൻ്റെ അപര്യാപ്തത കൊണ്ട് ചുണ്ടുകൾ പൊട്ടുന്ന അവസ്ഥയാണ് കീലോസിസ്. ഒക്കെ എന്താണ്ട്, വൈറ്റമിൻ B2വിൻ്റെ അപര്യാപ്തത കൊണ്ട് ചുണ്ടുകൾ പൊട്ടുന്ന അവസ്ഥയാണ് കീലോസിസ്. അപ്പോൾ ഒന്നാമത്തെ ഒരു രോഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് B2വിൻ്റെ. ഓക്കെ, B2വിൻ്റെ ഒന്നാമത്തെ അപര്യാപ്തത രോഗമാണ് കീലോസിസ് എന്താണ്ട, വിറ്റാമിൻ B2 നമുക്ക് ആവശ്യമായ വിറ്റാമിൻ B2 ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ പൊട്ടുന്ന അവസ്ഥയാണ് കീലോസിസ്. അടുത്താണ് ഇമ്പോർട്ടൻറ്റ്, PSC ചോദിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണ്, B2വിൻ്റെ മറ്റൊരു അപര്യാപ്തത രോഗം എന്താണ്, വായയിലും തൊണ്ടയിലും ഉണ്ടാകുന്ന നീർവീക്കം. അതായത് നമ്മുടെ വൈറ്റമിൻ B2 ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ എവിടെയൊക്കെ ഉണ്ടാകും, വായയിലും തൊണ്ടയിലും ഉണ്ടാകുന്ന നീർവീക്കമാണ് എന്താണ്, അരിബോഫ്ലാവിനോസിസ്. എന്താണ് അരിബോഫ്ലാവിനോസിസ്. അപ്പോൾ 2 രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കീലോസിസ് എന്താണ്, നമ്മുടെ വിറ്റമിൻ B2വിൻ്റെ അപര്യാപ്തത മൂലം നമ്മുടെ ചുണ്ടുകൾ പൊട്ടുന്ന അവസ്ഥയാണ് കീലോസിസ്. അടുത്ത പറഞ്ഞത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അരിബോഫ്ലാവിനോസിസ്. B2വിൻ്റെ ഒരു അപര്യാപ്തത രോഗമാണ് നമ്മുടെ വൈറ്റമിൻ B2വിൻ്റെ. അതെന്താണ്, നമ്മുടെ വായയിലും തൊണ്ടയിലും ഉണ്ടാകുന്ന നീർവീക്കമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ B2 പറഞ്ഞു. B2 എന്താണ്, B2വിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് റൈബോഫ്ലാവിൻ. നമ്മൾ പറഞ്ഞു എന്താണ്, B2വിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്, റൈബോഫ്ലാവിൻ. വിറ്റമിൻ G എന്നറിയപ്പെടുന്നു. പിന്നെ എന്താണ്, പാലിന് മഞ്ഞ നിറം. നമ്മൾ പാർലേജി ബിസ്ക്കറ്റ് വെച്ച് കണക്ട് ചെയ്തല്ലേ, പാർലേജി ബിസ്ക്കറ്റ് എന്താണ്, പാലിൽ നമ്മൾ മുക്കി തിന്നുന്നു. അപ്പോൾ പാർലേജി വിറ്റമിൻ B2, പാലിൽ മുക്കി തിന്നുന്നു. പാലെന്താണ്, പാലിന് മഞ്ഞ നിറം നൽകുന്നത് വിറ്റമിൻ B2. പിന്നെ എന്താണ്, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ എന്താണ് നഷ്ടപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ 2 അപര്യാപ്തത രോഗം കീലോസിസ് പറഞ്ഞു. കീലോസിസ് എന്താണ്, വൈറ്റമിൻ B2വിൻ്റെ അപര്യാപ്തത മൂലം എന്താണ്, ചുണ്ടുകൾ പൊട്ടുന്ന അവസ്ഥയാണ് കീലോസിസ്. പിന്നെ അരിബോഫ്ലാവിനോസിസ് എന്താണ്, വൈറ്റമിൻ B2വിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്, നമ്മുടെ വായയിലും തൊണ്ടയിലും ഉണ്ടാകുന്ന നീർവീക്കമാണ്. അരിബോഫ്ലാവിനോസിസ്. ഓക്കെ, അപ്പോൾ B2 സെറ്റാണ്. അപ്പോൾ നമ്മളെന്താണ് B1 നോക്കി, എന്താണ് B2 നോക്കി. അടുത്തെന്താണ് B3 ശാസ്ത്രീയ നാമം തന്നെ. ആദ്യത്തെ പോയിന്റ് എന്താണ്, B3യുടെ ശാസ്ത്രീയ നാമം എന്താണ്, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഓക്കെ, B3 എന്താണ്ട, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. അപ്പോൾ B3 എന്താണ്, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഓക്കെ, അടുത്തെന്താണ്, B3യുടെ അപര്യാപ്തത രോഗം എന്താണ്ട, പെല്ലഗ്രയാണ്. ഓക്കെ, എന്താണ് പെല്ലഗ്രിയ. നമ്മൾ നേരത്തെ പറഞ്ഞ ബെറി പറഞ്ഞതുപോലെ തന്നെ B3യുടെ പെല്ലഗ്ര പലതവണ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്താണ്, B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഓക്കെ, അപ്പോൾ B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ. അല്ലെങ്കിൽ എന്താണ്, മറ്റൊരു പേരുണ്ട്, എന്താണ്, നിക്കോട്ടിനിക് ആസിഡ്. അടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എന്താണ്, B3 വഴി ഉണ്ടാകുന്ന എന്താണ്, അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര. പലതവണ ചോദിച്ചാണ്, പലതവണ. ഓക്കെ, പെല്ലഗ്ര. അപ്പോൾ പെല്ലഗ്ര B3യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത പെല്ലഗ്രയ്ക്ക് എന്താണ്, വേറൊരു പേരുണ്ട്, 4D സിൻഡ്രം എന്നറിയപ്പെടുന്നു. ഓക്കെ, പെല്ലഗ്ര എന്താണ്, 4D സിൻഡ്രം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ പെല്ലഗ്ര 4D സിൻഡ്രം എന്ന് പറഞ്ഞാൽ 4D. ഇതവിടെ ഒരു D ഉണ്ട്, ഡയറിയയുടെ D, ഡെർമറ്റൈറ്റിസിൻ്റെ D, പിന്നെ എന്താണ്, ഡിമെൻഷ്യയുടെ D, ഡെത്തിൻ്റെ D. ഓക്കെ, അപ്പോൾ പെല്ലഗ്ര എന്താണ്, 4D സിൻഡ്രം എന്നാണ് അറിയപ്പെടുന്നത്. 4D സിൻഡ്രം എന്തൊക്കെയാണ് 4Dയിൽ വരുന്നത്, ഒന്ന് ഡയറിയ, പിന്നെന്താണ് ഡെർമറ്റൈറ്റിസ്, പിന്നെന്താണ് ഡെമെൻഷ്യ, പിന്നെ അവസാനം എന്താണ് ഡെത്ത്. ഓക്കെ, അപ്പോൾ പെല്ലഗ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും ചേർത്ത് ഈ 3 രോഗങ്ങളും ചേർത്ത് നമ്മൾ പെല്ലഗ്ര എന്ന് പറയണത്. പിന്നെന്താണ് അവസാനം ഇതെല്ലാം വരുന്ന ആളെന്താണ്, മരണപ്പെടുന്നു. അതാണ് 4ാമത്തെ D, ഏതാണ് ഡെത്ത്. ഓക്കെ, അപ്പോൾ എന്താണ്ട B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അറിയപ്പെടുന്നത് എന്താണ്, 4D സിൻഡ്രം എന്നാണ്. പെല്ലഗ്ര അറിയപ്പെടുന്നത് 4D സിൻഡ്രം. ഏതൊക്കെയാണ് ആ 4D? ഇത് നമ്മുടെ ദേവസ്വം ബോർഡ് LDക്കൊക്കെ എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ PSCയും ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് LDക്ക് എന്താണ് ഈ 4D സിൻഡ്രത്തിൽ ഈ 4D ഏതൊക്കെയാണെന്നുള്ളത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4D? ഒന്ന് ഡയേറിയ, രണ്ടേതാണ് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഡയേറിയ ഡെർമറ്റൈറ്റിസ്. പിന്നെ എന്താണ് ഡിമെൻഷ്യ ഡെത്ത്. അപ്പോൾ 4D സിൻഡ്രം പെല്ലഗ്ര ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വിറ്റമിൻ B3യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അടുത്ത പെല്ലഗ്രം എവിടെയാണ് ബാധിക്കുന്നത്? നമ്മുടെ മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. ഓക്കെ, നമ്മുടെ പെല്ലഗ്രം ബാധിക്കുന്നത് ഏതാണ്ട് മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെല്ലഗ്രം 4D സിൻഡ്രം ഏതൊക്കെ ഡിയൊക്കെയാണ് വരുന്നത്? ഡയേറിയ, ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡെത്ത്, 4D സിൻഡ്രം. പെല്ലഗ്രം ബാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്, നമ്മുടെ മസ്തിഷ്കത്തെ. ഓക്കെ, നമ്മൾ എന്താണ് നിയാസിൻ്റെ കുറച്ച് ധർമ്മങ്ങളാണ് പറയുന്നത്. അത് നിക്കോട്ടിനിക് ആസിഡിൻ്റെ എന്തൊക്കെയാണ്? നമ്മുടെ ചർമ്മം, കുടൽ, നാഡീവ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് നിക്കോട്ടിനിക് ആസിഡ് അത്യാവശ്യമാണ്. ഏതിനൊക്കെയാണ്? നമ്മുടെ ചർമ്മം, കുടൽ, നാഡീവ്യൂഹം. നമ്മുടെ ചർമ്മം, കുടൽ, നാഡീവ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് നിക്കോട്ടിനിക് ആസിഡ് അത്യാവശ്യമാണ്. അടുത്താണ് വൈറ്റമിൻ B1. അപ്പോൾ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞത്? നമ്മുടെ B3യുടെ എന്താണ് കുറച്ച് ധർമ്മങ്ങളാണ് പറഞ്ഞത്. നിയാസിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ചർമ്മത്തിനും കുടലിനും നാഡീവ്യൂഹം എന്നിവയുടെ എന്താണ് സാധാരണ പ്രവർത്തനത്തിന് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ ഓരോ വൈറ്റമിൻസ് എന്താണ് നമ്മുടെ ഓരോ ശരീരഭാഗത്തിന് അത്യാവശ്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് നമ്മുടെ വൈറ്റമിൻ A എന്താണ് കണ്ണിനും ത്വക്കിനും തലമുടിക്കൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. D എന്താണ് പല്ലിൻ്റെ എല്ലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പിന്നെ കരളിൻ്റെ ആവശ്യത്തിന് നമ്മൾ K പറഞ്ഞു. പിന്നെന്താണ് നമ്മുടെ ഹൃദയത്തിന് വൈറ്റമിൻ E വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്താണ് നിയാസിൻ്റെ കാര്യം പറഞ്ഞു. നിയാസിൻ്റെ കാര്യം എന്താണ്? ചർമ്മം, കുടൽ, നാഡീവ്യൂഹം. ചർമ്മം, കുടൽ, നാഡീവ്യൂഹത്തിന് എന്താണ് B3 അഥവാ നിയാസിൻ അല്ലെങ്കിൽ എന്താണ് നിക്കോട്ടിനിക് ആസിഡ് അത്യാവശ്യമാണ്. അടുത്തതാണ് നമുക്ക് അടുത്ത B5 പോവാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? ശാസ്ത്രീയ നാമം തന്നെയാണ്. നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്. എന്താണ്? പാന്തോതെനിക് ആസിഡ്. അപ്പോൾ B5ൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? പാന്തോതെനിക് ആസിഡ്. ഓക്കെ, സെറ്റ്. അടുത്ത എന്താണ്ട? ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ്. ഏതാണ്ട? B5ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്ട? പാരാസ്തീഷ്യ. ഏതാണ്? പാരാസ്തീഷ്യ. ഓക്കെ, പാരാസ്തീഷ്യ. ഓക്കെ, സെറ്റാണ്. അടുത്ത നോക്കാം. നമ്മൾ B5 എന്തെന്നാണ് അറിയപ്പെടുന്നത്? ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ഓക്കെ, അപ്പോൾ എന്താണ്? B5ൻ്റെ രാസനാമമാണ് പാന്തോതെനിക് ആസിഡ്. പാന്തോതെനിക് ആസിഡ്. പിന്നെ എന്താണ്? ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് പാരാസ്തീഷ്യ. എന്താണ്ട? പാരാസ്തീഷ്യ. എന്താണ്? പാരാസ്തീഷ്യ. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്ട? ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ഓക്കെ, ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ഓക്കെ, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ എന്താണ് വൈറ്റമിൻ B നമ്മളെ സഹായിക്കും. ഓക്കെ, ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ആണ് ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കേണ്ട ആദ്യത്തെ 3 പോയിൻ്റാണ്. എന്താണ്? B5ൻ്റെ രാസനാമം പാന്തോതെനിക് ആസിഡ്. അപര്യാപ്തത രോഗം എന്താണ്? പാരാസ്തീഷ്യ. പാരാസ്തീഷ്യ. പിന്നെ ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു അപരനാമം എന്താണ്? ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. നമ്മുടെ എന്താണ് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സൊക്കെ എന്താണ് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അടുത്തെന്താണ്? ഒരു വായിച്ചു വെച്ചോ, പക്ഷേ എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വായിച്ചു ചെയ്യുന്നോ. എന്താണ്? ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്നു. ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ. ഹോർമോണിൻ്റെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്നു. ഏതാണ്? B5 അഥവാ പാന്തോതെനിക് ആസിഡ്. ഓക്കെ, അടുത്ത ഏതാണ്? B6 അഥവാ ഏതാണ്? പിരിഡോക്സിൻ. ഓക്കെ, അപ്പോൾ B6 അഥവാ പിരിഡോക്സിൻ. അപ്പോൾ നമ്മൾ B1 പറഞ്ഞു, B2 പറഞ്ഞു, B3 പറഞ്ഞു, പിന്നെ അത് B5 പറഞ്ഞു. അടുത്ത B6 ആണ്. ഓക്കെ, B6ൻ്റെ എന്താണ് രാസനാമം? അതാ ശാസ്ത്രീയ നാമം ഏതാണ്? പിരിഡോക്സിൻ. അപ്പോൾ B6 പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. ഓക്കെ, അടുത്താണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? അനീമിയ. അപ്പോൾ B6ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? അനീമിയ. അപ്പോൾ B6ൻ്റെ രാസനാമം ഏതാണ്? പിരിഡോക്സിൻ. ഇതിൻ്റെ എന്താണ്? ഇതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? അനീമിയ. അടുത്തെന്താണ്ട? സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ B6 സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ എന്താണ് നിയന്ത്രിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് B6. അപ്പോൾ B6ൻ്റെ ശാസ്ത്രീയ നാമമാണ് പിരിഡോക്സിൻ. B6ൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്ട? പിരിഡോക്സിൻ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൻ്റെ അപര്യാപ്തത രോഗം അനീമിയ. B6 അനീമിയ. B6 അനീമിയ. പിന്നെന്താണ്? സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നു. സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നു. ഏതാണ്? B6 വൈറ്റമിൻ. അടുത്തെന്താണ്? അടുത്ത് നമ്മൾ പറയുന്ന ഒരു അസുഖമാണ് എന്താണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. എന്താണ്ട? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. എന്താണ്ട? നമ്മുടെ B6 എന്താണ് ഉയർന്ന അളവിൽ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനീമിയാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. എന്താണ്ട? മൈക്രോസൈറ്റിക്
ഹൈപ്പോക്രോമിക് അനീമിയ. ഓക്കെ, അപ്പോൾ എന്താണ് B6ൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അനീമിയ തന്നെ പറയണം. എന്നാൽ എന്താണ് B6 കൂടിയ അളവിൽ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ എന്താണ് നമുക്കുണ്ടാകുന്ന അസുഖമാണ്, അതായത് മറ്റൊരു അനീമിയാണ് എന്താണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ഓക്കെ, അപ്പോൾ B6 എന്താണ്ട ശാസ്ത്രനാമം എന്താണ് പിരിഡോക്സിൻ. ഓക്കെ, അപര്യാപ്തത രോഗം എന്താണ് അനീമിയ എന്ന് പറയുക. പിന്നെ എന്താണ് B6 കൂടുതലായിട്ട് അളവിൽ ലഭിക്കാതിരുന്ന എന്താണ് നമുക്ക് വരുന്നൊരു അനീമിയാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. പിന്നെന്താണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നിയന്ത്രിക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നിയന്ത്രിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B6. ഓക്കെ, അടുത്തതാണ് B7 അഥവാ ബയോട്ടിൻ. ഓക്കെ, B7 അഥവാ ബയോട്ടിൻ. എന്താണ് അപര്യാപ്തത രോഗം? ഡെർമറ്റൈറ്റിസ്. ഓക്കെ, അപ്പോൾ B7 എന്താണ് ശാസ്ത്രീയ നാമം എന്താണ്ട് ബയോട്ടിനാണ്. അപ്പോൾ B7 രാസനാമം ബയോട്ടിൻ. അപര്യാപ്തത രോഗം ഏതാണ്? ഡെർമറ്റൈറ്റിസ്. അപ്പോൾ B7ൻ്റെ അപര്യാപ്തത രോഗമാണ് ഡെർമറ്റൈറ്റിസ്. ഓക്കെ, അടുത്തെന്താണ്ട താരനുണ്ടാകുന്നത് ഏത് വിറ്റമിൻ്റെ കുറവ് കൊണ്ടാണ്? B7. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തലയിലൊക്കെ എന്താണ് തലമുടിയിൽ താരനുണ്ടാവില്ല. അതെന്താണ്? അത് എന്തിൻ്റെ കുറവാണ്? B7ൻ്റെ കുറവ് വരുമ്പോഴാണ് നമ്മുടെ തലമുടിയിൽ എന്താണ് താരനുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ B7ൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബയോട്ടിൻ. പിന്നെ എന്താണ് അപര്യാപ്തത രോഗം ഏതാണ്? ഡെർമറ്റൈറ്റിസ്. അപ്പോൾ B7ൻ്റെ അപര്യാപ്തത രോഗം ഡെർമറ്റൈറ്റിസ്. പിന്നെ താരനുണ്ടാവുന്നത് എന്താണ്? B7ൻ്റെ കുറവ് മൂലമാണ്. അപ്പോൾ താരനുണ്ടാവുന്നത് B7ൻ്റെ കുറവ് മൂലമാണ്. അപ്പോൾ താരനുണ്ടാവുന്നത് ഏതാണ്? B7ൻ്റെ കുറവ് മൂലമാണ് നമുക്ക് എന്താണ് താരൻ ഉണ്ടാവുന്നത്. ഓക്കെ, എന്താണ് വൈറ്റമിൻ H? നമ്മൾ നേരത്തെ B2 പറഞ്ഞില്ലേ? നമ്മുടെ വൈറ്റമിൻ B2 നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ G എന്നറിയപ്പെടുന്നു. അതുപോലെ നമ്മുടെ വൈറ്റമിൻ 7 എന്താണ് അറിയപ്പെടുന്ന 7H എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ B2 എന്താണ്? B2G നമ്മൾ പാർലെ ജി ബിസ്ക്കറ്റ് വെച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. B7 എന്താണ്? B7 എന്താണ്? നമ്മുടെ വൈറ്റമിൻ B7 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റമിൻ H. എന്താണ്? വൈറ്റമിൻ H. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്താണ് എയ്ഡ്സ് രോഗ നിർണയ പരിശോധനയായ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് B7. ഓക്കെ, നമ്മുടെ എയ്ഡ്സ് രോഗ നിയന്ത്രണത്തിന് ഉള്ള എന്താണ് പരിശോധനയായ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് B7. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. അപര്യാപ്തത രോഗം ഏതാണ്? ഡെർമറ്റൈറ്റിസ്. അപര്യാപ്തത രോഗം ഡെർമറ്റൈറ്റിസ്. പിന്നെ എന്താണ് താരനുണ്ടാവുന്നത്? B7ൻ്റെ കുറവ് മൂലമാണ്. നമ്മുടെ തലമുടിയിൽ താരനുണ്ടാവുന്നത് എന്താണ്? B7ൻ്റെ കുറവ് മൂലമാണ്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നു B7. അപ്പോൾ വൈറ്റമിൻ G ഏതാണ്? B2. പിന്നെ എന്താണ് നമ്മുടെ എയ്ഡ്സ് രോഗ നിയന്ത്രണ പരിശോധനയായ വെസ്റ്റേൺ ബ്ലോട്ടിൽ എന്താണ് B7 ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് രോഗനിർണയ പരിശോധനയിൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് നിർണയ പരിശോധനയായ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് B7. അപ്പോൾ B7 എവിടെയാണ് ഉപയോഗിക്കുന്നത്? വെസ്റ്റേൺ ബ്ലോട്ട് എന്താണ് നമ്മുടെ എയ്ഡ്സ് രോഗ നിർണയ ടെസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഏതാണ്ട B9 ആണ്. ഓക്കെ, B9 എന്താണ്? ഫോളിക് ആസിഡ്. ഓക്കെ, അപ്പോൾ B9 എന്താണ്? ഫോളിക് ആസിഡ്. B9ൻ്റെ ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്. ഓക്കെ, എന്താണ് അടുത്ത ഗർഭിണികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. ഓക്കെ, അപ്പോൾ നമ്മൾ ഗർഭിണികൾക്ക് എന്താ നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതെന്താണ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ SCRT പാഠഭാഗത്തുള്ളതാണ്. RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B1. ഓക്കെ, അപ്പോൾ RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B1. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ B1 ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ്. പിന്നെ ഗർഭിണികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. അപ്പോൾ ഗർഭിണികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. പിന്നെന്താണ് RBCയുടെ നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായതാണ് B1. നമ്മുടെ RBC അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ നമ്മുടെ അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B9. ഓക്കെ, അപ്പോൾ നമ്മൾ B9 എന്തൊക്കെ പറഞ്ഞു? B9ൻ്റെ പേരെന്താണ്? ശാസ്ത്രീയ നാമം ഫോളിക് ആസിഡ് പറഞ്ഞു B9. പിന്നെന്താണ് ഗർഭിണികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9. പിന്നെന്താണ് RBC നമ്മുടെ ചുവന്ന രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായതാണ് B9 അഥവാ ഫോളിക് ആസിഡ്. ഓക്കെ, അടുത്തെന്താണ്ട B9ൻ്റെ അപര്യാപ്തത രോഗമാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, നമ്മൾ അടുത്ത B12 ഒരു അനീമിയ പറയും. അത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോരുത്. ഓക്കെ, അപ്പോൾ B9 ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ B9ൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, അപ്പോൾ B9 എന്താണ്? ഫോളിക് ആസിഡ് എന്ന ശാസ്ത്രീയ നാമം. ഗർഭിണികൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. പിന്നെന്താണ് RBCയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ B9.
പിന്നെന്താണ് B9ൻ്റെ അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B6 അനീമിയ ആണ് നമ്മൾ പറഞ്ഞു. B6 അനീമിയ എന്ന് പറഞ്ഞു. അടുത്ത B9 എന്താണ്ടാ? B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തേതാണ്ട നമ്മുടെ ബി കോംപ്ലക്സിലെ അവസാനത്തെ എന്താണ്? B12. എന്താണ് രാസനാമം? സൈനോകൊബാലുമിൻ. ഓക്കെ, ശാസ്ത്രനാമം എന്താണ്ട? സൈനോകൊബാലുമിൻ. എന്താണ്? സൈനോകൊബാലമിൻ. ഓക്കെ, അടുത്ത എന്താണ്ട? അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ B12 എന്താണ്ട? അനിമൽ വൈറ്റമിൻ. ഓക്കെ, അപ്പോൾ അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്ട? B12. ഓക്കെ, അപ്പോൾ അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്ട? B12. അടുത്ത എന്താ? സൈനൈഡ് പോയിസണിങ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും എന്താണ് സൈനൈഡ് കഴിക്കുകയുണ്ടായ എന്താണ് അവരെ ട്രീറ്റ്മെൻറ്റിന് അവരെ രക്ഷപ്പെടുത്താനുള്ള ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ഉപയോഗിക്കുന്നതാണ് B12. അപ്പം 3 പോയിന്റ് പഠിച്ചു. ഏതാണ്? രാസനാമം സൈനോകൊബാലുമിൻ. പിന്നെന്താണ്? അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അനിമൽ വൈറ്റമിൻ B12. അടുത്തെന്താണ്? സൈനൈഡ് പോയിസണിങ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നു. ഓക്കെ, സൈനൈഡ് കഴിച്ചാൽ എന്താണ് അവരെ രക്ഷിക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഓക്കെ, കൊബാൾട്ട് അടങ്ങിയ ജീവകം. കൊബാൾട്ട് നമുക്ക് ഇതിൽ തന്നെ പഠിക്കാം. സൈനോകൊബാലുമിൻ, കൊബാൾട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ B12 അടങ്ങിയിരിക്കുന്നത് എന്താണ്? കൊബാൾട്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ B12 രാസനാമമാണ് സൈനോകൊബാലുമിൻ. ഇതിൽ അടങ്ങിയിരിക്കുന്ന കൊബാൾട്ടാണ്. അപ്പോൾ B12 അടങ്ങിയിരിക്കുന്നത് കൊബാൾട്ടാണ്. ഓക്കെ, അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് എന്താണ്? മഴവെള്ളത്തിൽ ലഭിക്കുന്ന ജീവകം. PYQ PSC ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള PSC സൈനോകൊബാലുമിൻ ചോദിച്ചിട്ടുണ്ട്, കൊബാൾട്ടും ചോദിച്ചിട്ടുണ്ട്, മഴവെള്ളത്തിൽ ലഭിക്കുന്ന ജീവകം. ഇത് 3 ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. മറ്റേ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു വെച്ചിരുന്നാണ്. ഓക്കെ, അടുത്തെന്താണ്? മഴവെള്ളത്തിൽ ലഭിക്കുന്ന ജീവകമാണ് B12. ഓക്കെ, അപ്പോൾ B12 രാസനാമമാണ് സൈനോകൊബാലുമിൻ. അനിമൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സൈനൈഡ് പോയിസണിങ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് അടങ്ങിയ ജീവകം. എന്താണ്? കൊബാൾട്ട് അടങ്ങിയ ജീവകം. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് B12. ഓക്കെ, അപ്പോൾ മഴവെള്ളത്തിൽ ലഭിക്കുന്ന ജീവകമാണ് B12. ഓക്കെ, അടുത്തെന്താ? ആമാശയം ആഗിരണം ചെയ്യുന്ന വൈറ്റമിനാണ് B12. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമാശയം ആഗിരണം ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്ട്? B12. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് നമ്മുടെ കാൽസ്യവും ഫോസ്ഫറസ് ഒക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്ന ഏതാണ്? വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, നമ്മുടെ എല്ലിൻ്റെ പല്ലിൻ്റെ ആരോഗ്യത്തിന്. ഓക്കെ, അപ്പോൾ ഇവിടെ ആമാശയം ആഗിരണം ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? B12 ആണ്. ആമാശയം ആഗിരണം ചെയ്യുന്ന വൈറ്റമിൻ B12. ഓക്കെ, എടാ B12ൻ്റെ കുറവ് മൂലം മനുഷ്യരുടെ നാവിനെ ബാധിക്കുന്ന രോഗമാണ് റെഡ് ബീഫി ടങ്ക്. ഓക്കെ, അപ്പോൾ B12 മൂലം എന്താണ് കുറവ് മൂലം B12ൻ്റെ കുറവ് മൂലം നമ്മുടെ നമ്മുടെ നാവിനെ ബാധിക്കുന്ന രോഗമാണ് റെഡ് ബീഫി ടങ്ക്. ഓക്കെ, ഓക്കെ, നമ്മുടെ നാവ് ചുമന്ന് തടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ B12 കുറയുമ്പോൾ മനുഷ്യരുടെ നാവിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫി ടങ്ക്. അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്താണ്? ഇതിൻ്റെ അപര്യാപ്തത രോഗം മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, അപ്പോൾ B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. നമ്മൾ B9 ഏതാണ്ട? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 ഏതാണ്ട? പെർനീഷ്യസ് അനീമിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ബി കോംപ്ലക്സ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏതാണ്? B1ൻ്റെ ശാസ്ത്രീയ നാമവും അപര്യാപ്ത രോഗവും എല്ലാം നോക്കി. B2ൻ്റെ നോക്കി, B3 നോക്കി, പിന്നെന്താണ് B5 നോക്കി, B6 നോക്കി, B7 നോക്കി, B9 നോക്കി, B12 നോക്കി. അപ്പോൾ B കഴിഞ്ഞു. ജലത്തിൽ ലയിക്കുന്ന ബി കോംപ്ലക്സ് വൈറ്റമിൻസിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ലാസ്റ്റാണ് നമ്മുടെ C, അതായത് നമ്മുടെ വൈറ്റമിൻ C അഥവാ അസ്കോർബിക് ആസിഡ്. ഓക്കെ, രാസനാമം എന്താണ് വൈറ്റമിൻ സിയുടെ? അസ്കോർബിക് ആസിഡ്. ഓക്കെ, എന്താണ് പോയിന്റ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ആദ്യമേ നിർമ്മിച്ച ജീവകം A ആണെന്ന് പറഞ്ഞു. എന്നാൽ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ്? വിറ്റമിൻ C. ഓക്കെ, അപ്പോൾ എന്താണ്? വൈറ്റമിൻ C ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ C. ശാസ്ത്രീയ നാമം ഏതാണ്? അസ്കോർബിക് ആസിഡ്. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം. എന്താണ്? നമ്മുടെ പുളിരുചിയുള്ള പഴവർഗ്ഗങ്ങളിലും മെയിനായിട്ട് ഇവയുടെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് പോലുള്ള പഴവർഗ്ഗങ്ങളാണ് വിറ്റമിൻ സിയുടെ പ്രധാന ഉറവിടം. അടുത്തെന്താണ്ടാ ഞാൻ പറഞ്ഞുതരാം. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ പിന്നെന്താണ്ടാ നമ്മുടെ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? രാസനാമം എന്താണ്ടാ? ആസ്കോർബിക് ആസിഡ്, കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. പിന്നെന്താണ്? ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. പിന്നെന്താണ്? ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ. പിന്നെന്താണ്ടാ? ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ.
അപ്പോൾ വൈറ്റമിൻ സി എന്താണ് ശാസ്ത്രീയ നാമം എന്താണ് അസ്കോർബിക് ആസിഡ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. പിന്നെ എന്താണ് ഇതിൻ്റെ അപരനാമങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, ക്യാൻസറിനെതിരെയുള്ള ഒരു വൈറ്റമിനാണ്. പിന്നെ എന്താണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. അപ്പോൾ എന്താണ് വൈറ്റമിൻ സിയുടെ നമ്മൾ 3 പോയിന്റ് നമ്മൾ നോക്കി. നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ആരോഗ്യമുള്ള പല്ലുകൾ, മോണകൾ എന്നിവ എന്താണ് നിലനിർത്താൻ ആവശ്യമായ ജീവകം. ഓക്കെ, അപ്പോൾ എന്താണ് ആരോഗ്യമുള്ള എല്ലുകൾ, പിന്നെ എന്താണ് പല്ലുകൾ, മോണ എന്നിവയുടെ എന്താണ് നിലനിർത്താനുള്ള ആവശ്യമായ ജീവകം. ഇത് നമ്മൾ മെയിനായിട്ട് നോക്കണം മോണകളാണ് കേട്ടോ, മോണകൾ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖം നമ്മൾ പഠിക്കും. അപ്പോൾ വൈറ്റമിൻ സിയുടെ മെയിൻ എന്താണ് നമ്മുടെ മോണകളുടെ ആരോഗ്യമാണ് മെയിൻ. പിന്നെ എന്താണ് എല്ലുകളും എന്താണ് പല്ലുകൾക്കും എന്താണ് അത്യാവശ്യമാണ് വൈറ്റമിൻ സി. മെയിനായിട്ട് എന്താണ് നമ്മുടെ മോണയാണ്. ഓക്കെ, അടുത്തെന്താണ് മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം. ഓക്കെ, നമ്മുടെ മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം നമ്മൾ കെയുമായി ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. എന്താണ് കെ എന്താണ് നമ്മുടെ രക്തസ്രാവം എന്താണ് നിയന്ത്രിക്കുന്ന, അതായത് അമിതമായ രക്തസ്രാവം എന്താണ് തടയുന്ന, രക്തം പെട്ടെന്ന് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഇവിടെ എന്താണ് മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് സി. ഓക്കെ, അപ്പോൾ മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി. അടുത്തെന്താണ് ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കപ്പെടുന്ന ജീവകം. മെയിനായിട്ട് എന്താണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വൈറ്റമിൻ സി അത്രയധികം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ജലദോഷത്തിന് ഔഷധമായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം സി. അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുന്നത് എന്താണ് രോഗപ്രതിരോധ ശേഷിക്ക്, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായ ജീവകമാണ് ജീവകം സി. അപ്പോൾ എന്താണ് 2 പോയിന്റ്. മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് സി. മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. പിന്നെന്താണ് ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി. ഓക്കെ, എന്താണ് മൂത്രത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകമാണ്. പിന്നെ എന്താണ് രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമാണ്, ജലദോഷത്തിന് ഔഷധമായി കണക്കാക്കപ്പെടുന്നു. പിന്നെന്താണ് നമുക്ക് മൂത്രത്തിലൂടെ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. അടുത്തെന്താണ് പാലിലും മുട്ടയിലും കാണപ്പെടാത്ത ജീവകമാണ്. ഓക്കെ, നമ്മുടെ പാലിലും മുട്ടയിലും എന്താണ് നമുക്ക് ജീവകം സി കാണപ്പെടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം. പിന്നെ എന്താണ് നമ്മുടെ പാലിലും മുട്ടയിലും എന്താണ് നമുക്ക് പാലും മുട്ടയും കഴിക്കുന്ന വഴി എന്താണ് ജീവകം സി ലഭിക്കുകയില്ല. ഓക്കെ, അടുത്തെന്താണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചധികം പോയിന്റ് പഠിച്ചു. എന്താണ് മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം, നമ്മുടെ ജലദോഷത്തിന് എന്താണ് ഔഷധമായി കണക്കാക്കുന്ന ജീവകം, രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്, അപ്പോൾ പാലിലൂടെയും മുട്ടയിലൂടെയും നമുക്ക് ലഭിക്കില്ല. പിന്നെന്താണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. അടുത്തെന്താണ് നമ്മളെ മെയിൻ പോയിന്റ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. അടുത്തെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോണയുടെ ആരോഗ്യത്തിനാണ് സ്കർവി ബാധിക്കുന്ന എവിടെയാണ് മോണയിൽ നിന്നാണ്. അപ്പോൾ മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവമാണ് സ്കർവി എന്ന് പറയുന്നത്. ഈ സ്കർവിയെ നമുക്ക് വേറൊരു പേരുണ്ട്, എന്താണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. നമ്മുടെ മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവമാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവി എന്ന രോഗത്തിൻ്റെ അപരനാമം എന്താണ് നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തെന്താണ് സ്കർവി ബാധിക്കുന്ന ശരീരഭാഗം ത്വക്കാണ്. ഓക്കെ, അറിയാം, ഞാൻ പറഞ്ഞ പോയിന്റ് സ്കർവിയുടെ അപരനാമം എന്താണ് നാവികരുടെ പ്ലേഗ്. ഓക്കെ, അപ്പോൾ സ്കർവി എന്താണ് നമ്മുടെ മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് നമ്മളെ ത്വക്കിനെയാണ് ബാധിക്കുന്നത്. നാവികരുടെ പ്ലേഗ് എന്നാണെന്താണ് നമ്മുടെ സ്കർവി അറിയപ്പെടുന്ന മറ്റൊരു പേര്. തൊലി വരളുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് നമ്മുടെ ത്വക്കുണ്ടല്ലോ, ത്വക്ക് വരളുന്നത് എന്താണ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. ഓക്കെ, ആൻറ്റി ഓക്സിഡൻറ്റുകളായി ഉപയോഗിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ സിയും ഇയും. ഓക്കെ, ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിനുകളായി ഉപയോഗിക്കുന്നതിന് വൈറ്റമിൻ സിയും ഇയും. നമ്മൾ ഈയുടെ വേറൊരു പേര് പറഞ്ഞത് ബ്യൂട്ടി വൈറ്റമിനാണ് ഇ. ഇപ്പോൾ ബ്യൂട്ടി ഇ നമ്മൾ കണക്ട് ചെയ്യാൻ പറഞ്ഞു, ബ്യൂട്ടി ഇ. അപ്പോൾ സി എന്താണ്? സി യുവത്വം നിലനിർത്തുന്ന വൈറ്റമിനാണ്, ആൻറ്റി ക്യാൻസറാണ്, ഫ്രഷ് ഫുഡ് വൈറ്റമിനുകളാണ്. പിന്നെന്താണ്ടോ നമ്മളിവിടെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റുകളായി ഉപയോഗിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ സിയും ഈ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് നമ്മൾ വൈറ്റമിൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മുടെ ശരീരത്തിന് സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജൈവിക സംയുക്തങ്ങളാണ് നമ്മുടെ വൈറ്റമിൻസ് എന്ന് പറഞ്ഞു. അതിനെന്താണ് 13 വൈറ്റമിൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ 13 വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ലേയത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈറ്റമിനെ കൊഴുപ്പിൽ ലയിക്കുന്നതും ജലത്തിൽ ലയിക്കുന്നതും തിരിച്ചു. ADEK കൊഴുപ്പിൽ, BC ജലം എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ADEK പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഇതിൽ ഈ ക്ലാസ്സിൽ എന്താണ് നോക്കിയത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയുടെ സിയുടെ പ്രത്യേകതകൾ നോക്കി. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്കിന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.